ഭഗവാൻ കപിലൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇന്ദ്രിയാവേശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഏതൊന്ന് അറിഞ്ഞാലാണ് എല്ലാ കുരുക്കിൽ നിന്നും ഞാൻ മുക്തയായി തീരുക, അത് എനിക്ക് ഉപദേശിച്ചു തരണം എന്നാണ് ദേവഹൂതി അപേക്ഷിച്ചത്. അപ്പോൾ ആദ്യം സത്സംഗത്തിൻ്റെ മാഹാത്മ്യം, സത്സംഗം വഴിയായിട്ട് മനസ്സിനെ എല്ലാ ദോഷങ്ങളും ദൂരീകരിക്കുക, ഈശ്വരകഥാശ്രവണ കീർത്തനങ്ങൾ വഴിയായിട്ട് മനസ്സിൽ ഭക്തി വർദ്ധിച്ചു വരിക, ഉണ്ടായ ഭക്തി കഥാശ്രവണം വഴിയായിട്ട് വീണ്ടും വർദ്ധിപ്പിച്ച് തന്നെ വരിക. ക്രമേണ ഒരാൾ നിർഭയനായി തീരും. അപ്പോൾ മനസ്സിന് നല്ല ശാന്തി അനുഭവപ്പെടും. ഇതൊക്കെയാണ് ദേവഹൂതിക്ക് ആദ്യം ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. ദേവഹൂതി അപ്പോൾ ചോദിച്ചു, ഈ പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ് എന്ന്. സാഖ്യം എന്ന ദർശനത്തിലാണ് പ്രകൃതി പുരുഷ വിവേകം വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം പ്രകൃതിയുടെ ലക്ഷണം ഭഗവാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒരു കാലത്ത് ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രളയകാലത്ത് ഈ പ്രകൃതി ഒട്ടാകെ ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്നു. പ്രളയത്തിൻ്റെ അവസാനത്തിൽ, അതായത് കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ ഒന്ന് കടാക്ഷം പൊഴിച്ചു. അതിൽ നിന്നാണ് ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ ആവിർഭാവം. സത്വം, രജസ്, തമസ് എന്നിങ്ങനെ 3 ഗുണങ്ങളാണ് പ്രകൃതിക്കുള്ളത്. അതിൽ തമോ ഗുണത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, തേജസ്, ജലം, ഭൂമി, ഈ 5 മഹാഭൂതങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ മഹാഭൂതങ്ങളുടെ തന്മാത്രകളാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവ. അങ്ങനെ 10 5 മഹാഭൂതങ്ങളും അവയുടെ 5 തന്മാത്രകളും. ഇത് 10 തമോ ഗുണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത്. രജോ ഗുണത്തിൽ നിന്നാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത്. അപ്പോൾ ആകാശത്തിൻ്റെ ശബ്ദം എങ്ങനെ അറിയാം? അത് ചെവി കൊണ്ട് കേട്ടറിയാം. വായുവിൻ്റെ സ്പർശം ത്വഗിന്ദ്രിയം കൊണ്ട് തൊട്ടറിയാം. തേജസ്സിൻ്റെ രൂപം കണ്ണുകൊണ്ട് കണ്ടറിയാം. ജലത്തിൻ്റെ രസം നാവുകൊണ്ട് രുചിച്ചറിയാം. ഭൂമിയുടെ ഗന്ധം മൂക്കുകൊണ്ട് മണത്തറിയാം. 5 തരത്തിലാണ് ഒരാൾക്ക് ഈ ബാഹ്യപ്രപഞ്ചത്തിനെ അറിയാൻ സാധിക്കുക. ആ അറിയാൻ ഉപയോഗപ്പെടുന്ന ഇന്ദ്രിയങ്ങളെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയാം. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതുകൂടാതെ 5 കർമ്മേന്ദ്രിയങ്ങളും. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇവയാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. കണ്ഠം മുതൽക്ക് ചുണ്ട് വരെയുള്ള ഭാഗങ്ങളൊക്കെ ഈ വാഗിന്ദ്രിയത്തിൽപ്പെടും. നമ്മൾ സംസാരിക്കുന്നത് വാക്ക് തന്നെയാണ്, പക്ഷെ അതല്ല ഇവിടെ വാഗിന്ദ്രിയം എന്ന് പറയുമ്പോൾ അതൊരു ഇന്ദ്രിയത്തിൻ്റെ പേരാണ്. കണ്ഠം മുതൽക്ക് ചുണ്ട് വരെയുള്ള ഈ ഭാഗങ്ങളൊക്കെ വാഗ് എന്ന ഇന്ദ്രിയത്തിൽപ്പെടും. ശബ്ദോച്ചാരണത്തിന് സഹായകമാണല്ലോ ഈ കണ്ഠം മുതൽക്ക് ചുണ്ട് വരെയുള്ള ഭാഗങ്ങളൊക്കെയും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാവ്. നാവ് സ്വാദറിയണ സമയത്ത് ജ്ഞാനേന്ദ്രിയമാണ്, അതേസമയം സംസാരിക്കുന്ന സമയത്ത് കർമ്മേന്ദ്രിയവും. അങ്ങനെ വാക്ക്, പാണി എന്ന് പറഞ്ഞാൽ കയ്യ്, കൊടുക്കുക, വാങ്ങുക, ഇതൊക്കെ കയ്യിൻ്റെ ധർമ്മം. പാദം, കാല്, നിൽക്കുക, നടക്കുക, ഇതൊക്കെ കാലിൻ്റെ ധർമ്മം. അങ്ങനെ വാക്ക്, പാണി, പാദം, പായു എന്നത് വിസർജനത്തിൻ്റെ ഇന്ദ്രിയം. ഉപസ്ഥം എന്നത് പ്രജനനത്തിൻ്റെ, ഉൽപാദനത്തിൻ്റെ ഇന്ദ്രിയം. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. ഇപ്പോൾ 4 5 20ആയി. പിന്നെ സത്വഗുണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നത് അന്ധഃക്കരണം. ഈ അന്ധഃക്കരണത്തിന് 4 വൃത്തിഭേദങ്ങളാണ്. ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്നിവയ്ക്ക് പേര്. അങ്ങനെ 20 4 24. ഈ 24 പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. സ്വയം ജഡമാണ് ഈ 24. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരെ ഭഗവാൻ ഏർപ്പെടുത്തി. ഓരോ ഇന്ദ്രിയത്തിനും അധിഷ്ഠാന ദേവനുണ്ട്. കണ്ണിൻ്റെ അധിഷ്ഠാന ദേവൻ സൂര്യനാണ്. ചെവിയുടെ അധിഷ്ഠാന ദേവൻ ദിഗ്ദേവതകളാണ്. മൂക്കിൻ്റെ അധിഷ്ഠാന ദേവൻ അശ്വിദേവതകളാണ്. കയ്യിൻ്റെ അധിഷ്ഠാന ദേവൻ ഇന്ദ്രനാണ്. ഇങ്ങനെ ഓരോന്നിനും അധിഷ്ഠാന ദേവനുണ്ട്. ആ അധിഷ്ഠാന ദേവനാണ് അതാത് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്. ഇവരെല്ലാവരും ആവുന്നിടത്തോളമൊക്കെ പ്രയത്നിച്ചു നോക്കി, എന്നിട്ടും ഒരു ഇന്ദ്രിയത്തിനും പ്രവൃത്തി ഉണ്ടായില്ല. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്ന് ജനിച്ചതാണല്ലോ. പ്രകൃതി സ്വയം ജഡവുമാണ്. സ്വയം ജഡമായിരിക്കുന്നത് ഒരിക്കലും സ്വയം പ്രവർത്തിക്കില്ല. ഒടുക്കം ഈ ഇന്ദ്രിയാധിഷ്ഠാന ദേവന്മാരെല്ലാം ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിയായിട്ട് സന്തുഷ്ടനായ ഭഗവാൻ ജഡമായ പ്രകൃതിയിലേക്ക് ഒന്ന് ആവേശിച്ചു. ഭഗവാന്റെ ചൈതന്യം ഇങ്ങോട്ട് വരേണ്ട താമസം.
എല്ലാത്തിനും പ്രവർത്തനം ഉണ്ടായി. കണ്ണ് കാണാൻ തുടങ്ങി, ചെവി കേൾക്കാൻ തുടങ്ങി, നാവ് സംസാരിക്കാൻ തുടങ്ങി, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രവർത്തനമായി. ഇങ്ങനെ പ്രകൃതിയെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ആ ചൈതന്യത്തിനെയാണ് പുരുഷൻ എന്ന് പറയുക. അങ്ങനെ പ്രകൃതി പുരുഷൻ രണ്ടിനെയും വേർതിരിച്ച് ഇവിടെ പറഞ്ഞു. 25ാമത്തേതായ തത്വമാണ് പുരുഷൻ. ഈ പുരുഷൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രകൃതിക്ക് പ്രവർത്തനമുണ്ടാവുള്ളൂ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, കറണ്ട് ഉണ്ടെങ്കിൽ ഉച്ചഭാഷിണി ഉറക്ക ശബ്ദം കേൾപ്പിക്കും, ബൾബിട്ടുണ്ടെങ്കിൽ പ്രകാശം ഉണ്ടാവും, ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റുണ്ടാവും. എപ്പോൾ കറണ്ട് പോകണോ അപ്പോൾ ഈ ഉപകരണങ്ങളെല്ലാം നിർജീവങ്ങളായി തീരുന്നു. എപ്പോൾ കറണ്ട് വരണോ ഈ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, ഈ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഒരു ചൈതന്യം ഈ ശരീരത്തിലുണ്ട്. ഈ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, നാവ് സംസാരിക്കുന്നു, കാല് നടക്കുന്നു. ഒരു ദിവസം ഈ ചൈതന്യം ഈ ശരീരം വിട്ടു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞാലോ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ പിന്നെയും ബാക്കിയുണ്ടാവും. പക്ഷെ ഒന്നിനും പ്രവർത്തനം ഉണ്ടാവില്ല. പുരുഷൻ്റെ സാന്നിധ്യം വേണം. പുരുഷൻ എന്ന് പറഞ്ഞത് ഇവിടെ ചൈതന്യം, ഈ 25ാമത്തേതായ തത്വം പുരുഷൻ. ആ പുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രകൃതിക്ക് പ്രവർത്തനമുണ്ടാവും. എന്നാൽ പുരുഷനാണോ പ്രവർത്തിക്കുന്നത്, ചൈതന്യമാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. കരണ്ടാണോ കാറ്റ് തരണത്, കരണ്ടാണോ ഉറക്ക ശബ്ദം ഉണ്ടാക്കുന്നത്? അതല്ല. കരണ്ടുണ്ട്, ഉച്ചഭാഷണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്ക ശബ്ദം കേൾക്കുമോ? ഇല്ല. കരണ്ടുണ്ട്, ഫാൻ വെച്ചിട്ടില്ല വെച്ചാൽ കാറ്റ് കിട്ടുമോ? ഇല്ല. അപ്പോൾ കാറ്റ് ഉണ്ടാക്കുന്നത് ഫാനാണ്, ഉച്ചത്തിൽ ശബ്ദിക്കുന്നത് ഉച്ചഭാഷണിയാണ്, പ്രകാശം തരണത് ബൾബാണ്. പക്ഷേ ഇതൊക്കെ തരണമെങ്കിൽ എന്ത് വേണം? കരണ്ടിൻ്റെ സാന്നിധ്യം വേണം. ഇതുപോലെ കാണുന്നത് കണ്ണാണ്, നടക്കുന്നത് കാലാണ്, കേൾക്കുന്നത് ചെവിയാണ്. പക്ഷേ ഈ അവയവങ്ങളൊക്കെ അതാതിൻ്റേതായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ പുരുഷൻ്റെ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം വേണം എന്ന് മാത്രം. ജീവനുണ്ട്, ചൈതന്യമുണ്ട്, കാലില്ല, നടക്കാൻ പറ്റുമോ? ഇല്ല. കണ്ണില്ല എന്ന് വെച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. ചെവി കേൾക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും പ്രകൃതിയാണ്. പക്ഷേ പ്രകൃതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ പുരുഷൻ്റെ സാന്നിധ്യം വേണം. പ്രകൃതിക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ പുരുഷനെ ഒരിക്കലും ഈ മാറ്റം ബാധിക്കില്ല. പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതയെ പ്രാകൃതൈർ ഗുണൈഹി. പ്രകൃതിക്കുണ്ടാവുന്ന ഒരു പരിണാമവും ഒരിക്കലും പുരുഷനെ സ്പർശിക്കില്ല. പ്രകൃതിക്കാണ് മാറ്റം വരിക, പുരുഷന് യാതൊരു പരിണാമവും ഉണ്ടാവില്ല. ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇതെല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ഇതിനെല്ലാത്തിനും മാറ്റം വരാറില്ലേ? നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഇല്ലേ? 2-4 കൊല്ലം കഴിയുമ്പോൾ ശരീരത്തിന് മാറ്റം വരുന്നുണ്ടാവുന്നു. പിന്നെ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ കുറേയും കൂടി മാറ്റം വന്നു. ശരീരത്തിന് മാറ്റം വരും, അതനുസരിച്ച് മനസ്സിന് മാറ്റം വരും, ബുദ്ധിക്ക് മാറ്റം വരും. ഒരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ക്ലൈമാക്സിലായി. അത് കഴിഞ്ഞാൽ പിന്നെ 50-60 വയസ്സ് കഴിയുമ്പോൾ ആൻറ്റി ക്ലൈമാക്സിലേക്ക് നീങ്ങായി. ഇങ്ങനെ 85 വയസ്സ് 90 വയസ്സാകുമ്പോഴേക്കും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങായി. ഇതെല്ലാം പ്രകൃതിക്കുണ്ടാവുന്നതാണ് ഈ മാറ്റം. അപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കൊക്കെ ഈ മാറ്റം വരുന്നുണ്ട്. അതേസമയം പുരുഷനോ ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. പ്രകൃതിസ്ഥോപി പുരുഷ. പ്രകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചൈതന്യം പുരുഷൻ. എന്നാലും ഈ മാറ്റങ്ങളൊന്നും ഈ പുരുഷനെ ബാധിക്കുക പതിവില്ല. ഇതിപ്പോൾ നമ്മുടെ വ്യവഹാരം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 4 വയസ്സുള്ള സമയത്ത് പറയാറില്ലേ ഞാൻ എന്ന് പറയാറുണ്ട്. ഒരു 15 വയസ്സ് കഴിഞ്ഞാലോ 4 വയസ്സുകാരൻ്റെ ശരീരമല്ല 15 വയസ്സുകാരൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ. 15 വയസ്സായാലും ഞാൻ എന്ന് പറയാറുണ്ട്. 25 വയസ്സ് കഴിഞ്ഞാലും ഞാൻ എന്ന് പറയാറുണ്ട്. ഷഷ്ടിപൂർത്തി കഴിഞ്ഞാലും ഞാൻ എന്നാണ് പറയുക. 90 വയസ്സ് കഴിഞ്ഞാലും ഞാൻ എന്നാണ് പറയുക. ഈ ഞാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു മാറ്റവും. അതേസമയം ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമൊക്കെ മാറ്റമുണ്ടായി താനും. അപ്പോൾ പ്രകൃതിക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ മാറ്റങ്ങളൊന്നും പുരുഷനെ ഒരിക്കലും ബാധിക്കാറില്ല. പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതയെ പ്രാകൃതയർ ഗുണൈഹി. അവികാരാൽ അകർത്തൃത്വാൽ നിർഗുണത്വാൽ ജലാർക്കവൽ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക താഴെ, എന്നാൽ സൂര്യൻ്റെ പ്രതിബിംബം ആ പാത്രത്തിൽ തെളിഞ്ഞ് കാണും. പാത്രം ഇളക്കി നോക്കൂ, പ്രതിബിംബം ചിലപ്പോൾ
ഇളകണത് പോലെയൊക്കെ നമുക്ക് തോന്നും. എന്ന് വെച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യനെ ഈ മാറ്റം വല്ലതും ബാധിക്കാറുണ്ടോ? ഇല്ല. അതുപോലെയാണ് എല്ലാത്തിനും സാക്ഷിയായിട്ടാണ് ഈ ഞാൻ എന്ന ചേതനൻ ഇരിക്കുന്നത് എന്നർത്ഥം. നമ്മിൽ തന്നെ ഒരു ചേതനനുണ്ട്. വാസ്തവത്തിൽ ഈ ചേതനൻ ആരാണ്? വേറെ ആരുമല്ല, സാക്ഷാൽ പരമാത്മാവിൻ്റെ തന്നെ അംശമാണ്. ഈ വേർതിരിവ് നമുക്കുണ്ടോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഏതാണ് പ്രകൃത്യാംശം, ഏതാണ് പുരുഷാംശം എന്ന് നാം വേർതിരിച്ച് അറിയാറില്ല. പലപ്പോഴും ഈ പ്രകൃത്യാംശത്തിനെയാണ് ചേതനൻ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ എന്നൊക്കെ പറയാറില്ലേ? ആരാ ഞാൻ? ആലോചിച്ച് നോക്കേണ്ടതാണ്. ഈ ശരീരമാണോ ഞാൻ? ആലോചിച്ച് നോക്കൂ. ശരീരമാണെങ്കിൽ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ഞാൻ? കാലാണോ? അല്ല. തെളിവുണ്ട്. എൻ്റെ കാല് എന്ന് പറയാറുണ്ടല്ലോ. എൻ്റെ കാല് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ എന്നർത്ഥം. എൻ്റെ കയ്യെന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ എന്നർത്ഥം. എൻ്റെ തല എന്ന് പറഞ്ഞാൽ തലയുടെ ഉടമസ്ഥനാണ് ഞാൻ എന്നർത്ഥം. എൻ്റെ വാച്ച് എന്ന് പറഞ്ഞാൽ വാച്ചും ഞാനും ഒന്നാവാൻ നിർത്തിയില്ലല്ലോ. വാച്ചിൻ്റെ ഉടമസ്ഥനല്ലേ ഞാൻ. ചിലപ്പോൾ ഇങ്ങനെയും കൂടി പറയാറില്ലേ? എൻ്റെ ശരീരം എന്ന് വരെ പറയാറില്ലേ? ഉവ്വ്. അപ്പോൾ ഒന്ന് തീർച്ചയായി ശരീരമല്ല ഞാൻ. ശരീരം എൻ്റെ വകയാണ്. ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. എങ്കിൽ ആ ഞാനാര്? ഈ ഞാൻ വേറെ ആരുമല്ല. മുമ്പ് പറഞ്ഞില്ലേ, പ്രകൃതിയിലേക്ക് ഭഗവാൻ ഒന്ന് ആവേശിച്ചു എന്ന്. ഭഗവാന്റെ ആവേശം ഇങ്ങോട്ട് വന്ന സമയത്താണ് പ്രകൃതി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു. ആ പുരുഷാംശം അതാണ് ഈ ഞാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ തേജസ്സല്ല, ഭൂമിയല്ല, വായുവല്ല, ആകാശമല്ല, ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഞാനാരാ? ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ശങ്കരാചാര്യ ഗുരുനാഥനോട് പറഞ്ഞതാണ്. ചിദാനന്ദരൂപനായ ശിവനാണ് ഞാൻ, ആ ആത്മാംശമാണ് എന്നർത്ഥം. അപ്പോൾ ശരീരമല്ല എന്ന് തീർച്ച. എന്നാലും ശരീരമാണ് എന്ന മട്ടിലാണ് നമ്മുടെ വ്യവഹാരം. ഇവിടെയാണ് നമ്മുടെ ഈ ഭ്രമം എന്നർത്ഥം. ഇരിക്കുക, കിടക്കുക, ഇതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്. എന്നാലും ആരാ അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ ശരീരം ഇരിക്കണോ ശരീരം കിടക്കണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഞാനിരിക്കണു, ഞാൻ കിടക്കണു എന്നല്ലേ പറയാ. ഈ ഞാനെന്ന പുരുഷന് ഇരിക്കലുമില്ല കിടക്കലുമില്ല. ശരീരത്തിനാണ് ഇരിക്കലും കിടക്കലും. അപ്പോൾ ശരീരത്തിൻ്റെ ധർമ്മമായ ഇരിക്കലും കിടക്കലും തൻ്റെ ധർമ്മമാണെന്ന് ഈ ചേതനൻ ഭ്രമിച്ചു പോവുകയാണ്. ഇവിടെ ഞാൻ ദേഹമാണ് എന്ന് ഭ്രമിച്ചു പോകണം. കാണുക എന്നത് കണ്ണിൻ്റെ ധർമ്മം, കേൾക്കുക എന്നത് ചെവിയുടെ ധർമ്മം, നടക്കുക എന്നത് കാലിൻ്റെ ധർമ്മം. യഥാർത്ഥത്തിൽ അങ്ങനെയാണല്ലോ. പക്ഷേ ചെവി കേട്ടു, കണ്ണ് കണ്ടു, കാല് നടന്നു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അതിന് പകരം എന്താ പറയുക? ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ നടന്നു എന്ന് പറയും. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ചക്ഷുസ് എന്ന ഇന്ദ്രിയം ഞാനാണ് എന്ന് ഭ്രമിച്ചു പോവുകയാണ്. ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ശ്രോത്രം എന്ന ഇന്ദ്രിയം ഞാനാണെന്ന് ഭ്രമിക്കുകയാണ്. ഞാൻ നടന്നു എന്ന് പറയുമ്പോൾ പാദം എന്ന ഇന്ദ്രിയം ഞാനാണ് എന്ന് ഭ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ ഇന്ദ്രിയാഭിമാനം ആണ് ഉള്ളത്. ദാഹം, വിശപ്പ് ഇതൊക്കെ പ്രാണന്റെ ധർമ്മമാണ്. എന്നാലും പ്രാണന് വിശക്കണമെന്നല്ല പറയുക, എനിക്ക് വിശക്കണമെന്നാണ് പറയുക, എനിക്ക് ദാഹിക്കണമെന്നാണ് പറയുക. പ്രാണനാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോണു. സുഖം, ദുഃഖം, ഭയം ഇതൊക്കെ മനസ്സിൻ്റെ ധർമ്മമാണ്. എന്നാലും മനസ്സിന് ഭയം, മനസ്സിന് ദുഃഖം അങ്ങനെയല്ല പറയുക. എനിക്ക് ദുഃഖമാണ്, എനിക്ക് സുഖമാണ്, എനിക്ക് വല്ലാത്ത ഭയമാണ് എന്ന് പറയും. ഇവിടെ മനസ്സാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോണു. ആലോചിക്കുക, ചിന്തിക്കുക, വിചാരിക്കുക ഇതൊക്കെ ബുദ്ധിയുടെ ധർമ്മമാണ്. എന്നാലും ബുദ്ധി ആലോചിക്കണമെന്ന് ആരും പറയാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വരികയാണ്, ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കണത് എന്ന് പറയും. ഇവിടെ ബുദ്ധിയാണ് ഞാൻ എന്ന് ഭ്രമിച്ചു പോണു. സത്യം പറയുകയാണെങ്കിൽ ഈ ശരീരമോ പ്രാണനോ മനസ്സോ ബുദ്ധിയോ ഇതൊക്കെ ഞാനാണോ? അല്ല. ഇതെല്ലാം വെറും ജഡങ്ങളാണ്. അതേസമയം ഈ ഞാനോ? ഞാൻ ചേതനനാണ്. ഈ ദേഹേന്ദ്രിയാദികളെല്ലാം ദൃശ്യങ്ങളാണ്. അതേസമയം ദ്രഷ്ടാവാണ് ഈ ഞാൻ. ദൃശ്യത്തിനെ ദ്രഷ്ടാവായിട്ട് ഭ്രമിച്ചു പോണു. ഇതിൻ്റെ പേരാണ് സംസാരം എന്ന്. അതുകൊണ്ട് ഒന്ന് വേർതിരിക്കണം. ഏതാണ് ഇതിൽ ജഡാംശം, ഏതാണ് ചേതനാംശം എന്ന് വേർതിരിക്കണം. അങ്ങനെ വേർതിരിഞ്ഞാൽ ഇതി വിദിത വിഭാഗോ മുച്യതേസൗ പ്രകൃത്യ. അന്ന് അവൻ പ്രകൃതിയുടെ എല്ലാ കുരുക്കിൽ നിന്നും രക്ഷപ്പെടും. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ണും മൂക്കും ഇങ്ങനെയൊക്കെയുള്ള ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, പ്രാണനല്ല, ഇതൊന്നുമല്ല. ഞാൻ ആര്? ഞാൻ ചിദാനന്ദരൂപനായ ആത്മാവാണ്. ഇത് സാക്ഷാത്കരിക്കണം. എന്ന് വരെ ഇത് സാക്ഷാത്കരിക്കാതെ കണ്ടിരിക്കുന്നു, അന്ന് വരെയാണ് ഒരുവന് സംസാരം. എന്നാലും സാധിക്കുമോ ഇതിങ്ങനെ വേർതിരിക്കാൻ? സാധിക്കും. ഈ വെണ്ണ എന്നൊരു സാധനം തൈരിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇല്ലേ? തൈരിൽ നിന്ന് വെണ്ണ അടർത്തിണ്ട് എടുക്കാറില്ലേ?
എങ്ങനെയാണെന്ന് അമ്മമാർക്കൊക്കെ അറിയാം. കടകോലിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ഈ കൈകൊണ്ട് തന്നെ തിരിക്കണം നിർബന്ധമൊന്നുമില്ല. സ്വിച്ച് ഓൺ ചെയ്തു തന്നെത്താൻ തിരിയണ കടകോലായാലും പോരായൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ ഈ തൈരിൽ നിന്ന് വെണ്ണ തന്നെത്താൻ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് വന്നോളും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്നിങ്ങനെ മഥനം നടത്തണം എന്നർത്ഥം. ആദ്യം ഭഗവാനെ ഭക്തിയോടുകൂടിയിട്ട് ഭരിക്കാൻ തുടങ്ങുക. ഭഗവത് കഥകൾ കേൾക്കുക, നാമസങ്കീർത്തനാദികളിൽ ഏർപ്പെടുക, സത്സംഗത്തിൽ പങ്കെടുക്കുക. ഇങ്ങനെ ക്രമേണ ഹൃദയത്തിൽ ഭക്തി വർദ്ധിച്ച് 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 വരണം. പിന്നെ ഇടയ്ക്കൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കണം, ഞാൻ ആര് എന്ന്. മദനുഭജന തത്വാലോചനൈഹി. അപ്പോൾ ഭഗവത് ഭജനവും വേണം, തത്വാലോചനവും വേണം. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ക്രമേണ മനസ്സിലാവും ഞാൻ ഈ ജഡമായ ദേഹേന്ദ്രിയാദികളല്ല ആത്മാവാണ് എന്ന്. അതോടുകൂടി അവൻ്റെ എല്ലാ സാംസാരികമായ ദുഃഖവും അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇരുന്ന് തത്വാലോചന ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അതിനൊരു ധ്യാനം വേണം. എങ്ങനെയാണ് അത് ചെയ്യുക? അത് അടുത്ത അധ്യായത്തിൽ വിസ്തരിക്കുന്നു.